തുടങ്ങുമായിട്ട് അപ്പുറത്ത് ആ ആ അടുത്ത് നമസ്കാരം എല്ലാവർക്കും ഷാവിഷിനെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകൾ. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് കല്യാൺ സിംഗിൻ്റെ പരസ്യം പോലെ ഓരോ ജാതി മതസ്ഥർക്കും അവരവരുടെ വിശ്വാസമാണ്, അതിൽ ഉറച്ചു നിൽക്കണം എന്ന കാര്യം സംശയമില്ല. അങ്ങനെ തന്നെ വേണം. മുസ്ലിം സമുദായത്തിൽ പന്നി മാംസവും പന്നി ഉൽപ്പന്നങ്ങളും നിശ്ചിതമാക്കിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കണ്ടൊരു വാർത്ത, പെണ്ണുങ്ങൾ സ്ത്രീകൾ ലിപ്സ്റ്റിക്കിൽ അതിൻ്റെ ഓയിൽ ഉപയോഗിക്കുന്നത് പന്നി ഓയിലാണ് എന്ന് റിപ്പോർട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം, നിങ്ങൾ സ്വീകരിക്കാതിരിക്കാം, ഒരു ഇൻഫർമേഷൻ മാത്രം. ഓക്കെ. മറ്റൊന്ന് രാഘവൻ മാഷയുടെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിന ആശംസ കൊടുക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തെ, അതായത് ജന്മദിനമാണ്, ആ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊന്ന് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നൊരു പരാതി എന്ന് പറയാൻ പറ്റില്ല, ഒരു റിപ്പോർട്ടുണ്ട്. എന്ത് വന്ന് ശരിയെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും കാരണവശാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്ക് എന്തെങ്കിലും നിലയിലുള്ള ശാരീരികമായോ സാമ്പത്തികമായോ മാനസികമായിട്ടോ വേദനാജനകമായിട്ടോ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അനുവദിക്കാൻ പാടില്ല. ന്യൂനപക്ഷ ഹിന്ദുക്കളും മറ്റെല്ലാം മനുഷ്യരാണ്, നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണമെന്ന് ബംഗ്ലാദേശ് പ്രസിഡന്റിനോടും പ്രധാനമന്ത്രിയോടും എനിക്കറിയില്ല, വ്യക്തമായിട്ട് അറിയിക്കും. പക്ഷേ ബംഗ്ലാദേശിൽ ഹിന്ദു സമുദായത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെല്ലാം എത്ര വിഷണ്ണരാണ്. ഒരു സംശയമില്ല, അങ്ങനെ തന്നെ വേണം. കാരണം സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെ എവിടെയെങ്കിലും ഒരു അക്രമം ഉണ്ടായാൽ അത് നമ്മൾ പ്രതികരിക്കുക എന്നുള്ളത് മനുഷ്യ ശരീരത്തിൻ്റെ പ്രവൃത്തി പോലെയാണ്. നമ്മുടെ ഒരു കണ്ണിന് എന്തെങ്കിലും അസുഖം വന്നാൽ ബുദ്ധിമുട്ട്, അപ്പോൾ മറ്റേ കണ്ണും അടയും. അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടായാൽ ഉടനെ അത് തലച്ചോറിൽ അറിയിക്കും. അപ്പോൾ അതിങ്ങനെ ഒരു സഹകരണ മനോഭാവമാണ്. അതുപോലെ ഏതൊരു സമുദായമാണെങ്കിലും നമ്മൾ സഹകരിക്കണം, അതെല്ലാം ചെയ്യണം. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ നടക്കുമ്പോൾ, ഇന്ത്യയിൽ നൂറ്റാണ്ട് പഴക്കമുള്ള ആരാധനകൾ കൈയേറുമ്പോൾ, ഇന്ത്യയിൽ പശുവിൻ്റെയും മറ്റേ പേരിൽ പാവപ്പെട്ട യുവതി ജനങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ, അപ്പം എന്താണ് മോഡിജി നിങ്ങളുടെ മിഷൻ ചലിക്കാത്തത്? മണിപ്പൂരിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നപ്പോൾ, നൂറുകണക്കിന് ദേവാലയങ്ങൾ ആക്രമിച്ചപ്പോൾ, ആയിരക്കണക്കിന് വീടുകൾ നശിപ്പിച്ചപ്പോൾ എന്താണ് മോഡിജി നമ്മുടെ മിഷൻ ചലിക്കാത്തത്? നീയും എല്ലാവർക്കും തുല്യമല്ലേ? നീതി എല്ലാവർക്കും ആവശ്യമല്ലേ? അത് ഏതൊരു രാജ്യത്തും ന്യൂനപക്ഷങ്ങളുണ്ട്. ന്യൂനപക്ഷയിലത്തെ രാജ്യങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. ചിലർ കൂടിയും കുറഞ്ഞിരിക്കും. അപ്പോൾ ഏതായാലും ആ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു ആതിഥേയൻ എന്ന നിലയ്ക്ക് അതിഥിയോട് കാണിക്കുന്ന മാന്യതയാണ്. അപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ സമുദായം നിയന്ത്രിക്കുന്ന ഭരണകൂടവും നീതി പുലർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ കിടക്കാം. നമ്മുടെ അതേ ഇന്ത്യയിൽ മൊറാദാബാദിൽ പണ്ട് വലിയ വർഗീയതകളുണ്ടായി, ആയിരക്കണക്കിന് ആൾക്കാരെ ചുട്ടുകരിച്ചാണ് മൊറാദാബാദ് ഈദ്ഗാഹിലേക്ക് 10,000 ആൾക്കാർ പങ്കെടുക്കുന്ന ഈദ്ഗാഹിലേക്ക് പന്നിമാസം എറിഞ്ഞു, അങ്ങനെ വലിയ സംഘർഷം ഉണ്ടാക്കി ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നതാണ് മൊറാദാബാദ്. പണ്ടും ഒരു വർഗീയ മേഖല തന്നെയാണ്. അവിടെ 450 പേര്. ഇതൊന്നും വാസ്തവത്തിൽ നമ്മുടെ വിഷയത്തിൽ വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ അത് വലിയ തെറ്റിദ്ധാരണ അപകടമാവില്ലേ? ജനങ്ങൾ അറിയുന്നുണ്ടെന്ന് അറിയിക്കണ്ടേ? 450 പേര് താമസിക്കുന്ന ഒരു കോളനി, അറിയാലോ, 450 താമസിക്കുന്ന കോളനി, വലിയ കോളനി, നമ്മുടെ പനമ്പള്ളി പോലെയൊക്കെ വലിയ കോളനിയാണ്. അതിൽ ഏക മുസ്ലിം വനിതാ ഡോക്ടർ
വേറൊരു ഡോക്ടർ ഫ്ലാറ്റ് അല്ലെങ്കിൽ വീട് കൊടുത്തിട്ട് അതിനവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിദ്യാസമ്പന്നരായ ആൾക്കാർ സമ്മതിക്കുന്നില്ല. അത് അവർ പറഞ്ഞൊരു പോയിന്റ്. അങ്ങനെയുള്ള നിഷേധികൾക്കോ എന്നാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇതിന് കൊടുക്കാനും പാടില്ല തോന്നി. അപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹികളോ അല്ലെങ്കിൽ ജനവിരുദ്ധരോ ആണ് എന്നാണ് വ്യാഖ്യാനം കൊടുത്തതെങ്കിൽ ആ വ്യാഖ്യാനമല്ലേ ഏറ്റവും വലിയ അപാകത തെറ്റ്. കാരണം തെറ്റ് ചെയ്യുന്നവൻ ആരായിരുന്നാലും, അത് ന്യൂനപക്ഷമായാലും മുസ്ലിമായാലും ഹിന്ദു ആയാലും ശിക്ഷിക്കപ്പെടണം. അക്കാര്യം ഒരു സംശയമില്ല. പക്ഷെ മുൻ ഉപാധി, അപ്പോൾ അവനെ ഞാൻ തല്ലിയില്ലെങ്കിൽ അവനെ തല്ലുമായിരുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു പ്രതി സത്യവാങ്മൂലം കൊടുത്ത പോലെയാണ്. അവരാണെങ്കിൽ ചത്ത് കീചകനെങ്കിൽ കൊന്ന് ഭീമൻ തന്നെ എന്ന് പറയും പോലെ അവരാണെങ്കിൽ അവർ കുഴപ്പക്കാരാണെന്നുള്ള മുൻ വിധിയോടുകൂടി എതിർക്കുക എന്ന് പറയുന്നത് എത്ര വിരോധാഭാസം, എത്ര മണ്ടത്തരം, ദുഷ്ടത്തരമാണ്. ഇതെല്ലാം മനഃശാസ്ത്ര രീതിയിൽ ചിന്തിച്ചാൽ 450 പേരാണ്. അതിൽ ഒരെണ്ണം കഴിഞ്ഞ ബാക്കി 449 ഫാമിലീസ് ഉണ്ട്. ഈ 449 ഫാമിലീസ് താമസിക്കുന്ന ആ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ അത് ഡോക്ടറും സമ്പന്നയുമായ ഒരു വനിതാ ഡോക്ടർ വന്നാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലും മനസ്സിലാക്കാതെ മുസ്ലിമാണ് എന്ന ഒറ്റ പേരിൽ നികൃഷ്ടജീവിയായി ചിത്രീകരിക്കുന്ന ആ ഒരു ചിന്താഗതിയല്ലേ നികൃഷ്ടമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റുമോ? ബുദ്ധിയുള്ളവർ അതൊക്കെ ഒന്നുകൂടി ചിന്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. നിങ്ങൾക്കറിയാം, പണ്ട് എറണാകുളത്ത് ഫെദർ ടച്ച് എന്നൊരു റെഡ് ഓക്സൈഡ് ഉണ്ടായി. ആ റെഡ് ഓക്സൈഡ് ഫുൾ ഷീറ്റ് മനവിൽ പരസ്യം കൊടുത്ത അന്ന് ഫുൾ ഷീറ്റ് മനവിൽ പരസ്യം കൊടുക്കുന്നത് അപൂർവമാണ്. അത്ര വലിയ സ്ഥാപനങ്ങളാണ്. ഇന്നിപ്പോൾ പത്രം തന്നെ കൊടുക്കുന്നത് 4-5 മുഖപ്പേജുണ്ട്. ഇപ്പോൾ പത്രങ്ങൾ അല്ല പിടിച്ചെടുക്കാൻ പറ്റില്ല അവർക്ക്. അതാണ് കുറ്റം പറ്റുകയല്ല. പത്രം വിറ്റൊന്നും മുതലാവില്ല. ഓക്കെ, അപ്പം വാട്ട്സ് മീൻ ഫെദർ ടച്ച്? ആ വാക്കിന് എന്തർത്ഥം? തൂവൽ സ്പർശം എന്ന് വേണമെങ്കിൽ പറയാം. ഫെദർ തൂവൽ, ടച്ച് സ്പർശം, തൂവൽ സ്പർശം. എന്നാൽ തൂവൽ പോലെ മിനുസമാണ് എന്നായിരിക്കും അവർ ധരിച്ചിരിക്കുന്നത്. ഇത് പക്ഷേ രണ്ടാമതാണ് എന്താണെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഷാ ഇൻ്റർനാഷണൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പേരിട്ട് അവർ അറിയപ്പെടുന്ന ഷാ ഇൻ്റർനാഷണൽ കേട്ട് എന്താണെന്ന് ഇങ്ങനെ അറിയുന്നത്? പക്ഷേ ഷാ റിയൽ എസ്റ്റേറ്റ് തരുമ്പോഴും റിയൽ എസ്റ്റേറ്റ് ആയിട്ടൊന്നും പെട്ട് മനസ്സിലാവും. അതുപോലെ ഈ ഫെദർ ടച്ച് എന്ന വാക്ക് കൊടുത്തതിന് ശേഷം ആദ്യം താമസിയാതെ ടാറ്റ റെഡ് ഓക്സൈഡ് ഇറങ്ങി. ടാറ്റ എന്ന പേരിൽ റെഡ് ഓക്സൈഡ്, ഒറ്റ പേരാണ് ടാറ്റ റെഡ് ഓക്സൈഡ്. അത് വന്നിട്ട് ഇവർ പൊളിയും ചെയ്യും. രണ്ട് കാരാണ്. ഫെദർ ടച്ച് എന്നോട് അറിയണമെങ്കിൽ രണ്ടാമത് ഒന്നുകൂടി ശ്രദ്ധിക്കണം. അതിനൊക്കെ ആൾക്ക് സമയമില്ല. അതേപോലെ റെഡ് ഓക്സൈഡ് ചേർന്നുള്ള പേരെ കിട്ടുന്നെങ്കിൽ അത് പിടിച്ചു നിന്നേനെ. ഞാൻ പറയാൻ കാരണം, ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യ മുന്നണി എന്ന് കൊടുത്തത് കുറ്റം പറഞ്ഞത്. ഇന്ത്യ മുന്നണി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മറ്റത് UPA ഐക്യ ജനാധിപത്യ സഖ്യം, യുണൈറ്റഡ് പ്രോഗ്രസീവ് ഐക്യ പുരോഗമന സഖ്യം, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അതുപോലെ ആ പേരിൽ ആ ഭാഗത്ത് ഞാൻ പറയണം. കോൺഗ്രസിൻ്റെ പോക്ക് ഇപ്പോൾ തന്നെ സന്ദീപ് വാര്യർ, പേരെടുത്ത് പറയാം, സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു. എന്തുമായിട്ട് വന്നു, അത് തെറ്റു പറയാൻ പറ്റില്ല. പാർട്ടി മാറത്താടി. പണ്ട് EMS കോൺഗ്രസ്സിലായിരുന്നു. ആരാണ് കോൺഗ്രസ് അല്ലാത്തത്? എല്ലാവരും കോൺഗ്രസ്. അതിനുശേഷം BJPയിലും സംഘ കമ്മ്യൂണിസ്റ്റൊക്കെ പോയത്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കേവലം BJPയുടെ ഒരു MLA പോലും ഇല്ലാത്ത കേരള ഘടകത്തിൻ്റെ സംസ്ഥാന സമിതി മെമ്പർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് KPCയുടെ ജനറൽ സെക്രട്ടറി കൊടുത്താൽ അതിൻ്റെ പാർശ്വഫലം നിങ്ങൾ മനഃശാസ്ത്രമായി വിലയിരുത്തുന്നുണ്ടാവും. കാരണം 20, 30, 40 വർഷം
കോൺഗ്രസ് കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ആൾക്കാരുള്ളപ്പോൾ ഇന്നലെ വന്ന് സന്ദീപ് വാര്യരെ പോലെ കേവലം ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന് പറയുന്ന ആൾക്ക് നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് എന്നാൽ രണ്ടാം സ്ഥാനമാണ്. കെ പി സി പ്രസിഡന്റ്, കെ പി സി ജനറൽ സെക്രട്ടറി 1/2. പ്രസിഡന്റ് കഴിഞ്ഞാൽ ജനറൽ സെക്രട്ടറി, രണ്ടാം സ്ഥാനമാണ് കെ പി സി ജനറൽ സെക്രട്ടറി. അത് കൊടുത്താൽ ഇത്രയും കാലം പ്രവർത്തിച്ചവർക്ക് സഹിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി ഒരു ക്ലച്ച് പിടിക്കാത്തത്? കാരണം 20, 30, 40 വർഷം മാരാർജിയും നമ്മുടെ അദ്ദേഹമൊക്കെ പാടുപെട്ട് വളർന്ന് നടത്തി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് ഉറപ്പില്ലാത്ത സമയത്താണ് പട്ടിക കിടന്നും പേര് ദോഷം കേട്ട് മതി. അങ്ങനെ വളർന്ന് 50, 60 വർഷം വളർന്നവർക്ക് നിൽക്കാലേ ഇന്നലെ വന്ന സുരേഷ് ഗോപി മറ്റേ ആള് അവർക്കൊക്കെ പ്രാസം ഒപ്പിച്ച് ഭാരവാഹിത്വം കൊടുക്കണം, മന്ത്രിസ്ഥാനം കൊടുക്കണം. ആ ഒറ്റ കാരണം കൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ ക്ലച്ച് പിടിക്കാത്തത്. ഈ വരുന്നവർക്ക് സ്ഥാനം കൊടുക്കണമില്ല. അവർ 2 വർഷം 3 വർഷം നിൽക്കട്ടെ. അല്ലെങ്കിൽ ഒരു സംസ്ഥാന സമിതി അംഗമായിട്ട് വന്ന ഒരാൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആയിട്ട് കൊടുക്കാം. സംസ്ഥാന കൗൺസിലിന് അതിൻ്റെ അടുത്ത പ്രൊമോഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഇനി ഒന്നുപടി AICC മെമ്പറായിട്ട് കൊടുക്കാം. അതൊക്കെ വലിയ റിസ്ക്കുള്ള കാര്യമാണ്. വലിയ സ്ഥാനമാണ് AICC മെമ്പർ കോൺഗ്രസ് എങ്കിലും കൊടുക്കുക. ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ വെള്ളം കോരി വെറുകിട്ട് നടന്നവർ സഹിക്കുമോ? എന്താ കോൺഗ്രസ് ചിന്തിക്കാത്തത്? അല്ലെങ്കിൽ പിഷാരടിയല്ല നമ്മുടെ വാര്യർജി. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ജാതീയമായി ചിന്തിക്കുന്ന എല്ലാവരും, അല്ലാതെ ഇപ്പോൾ ഒട്ടും ചിന്തിക്കില്ല. എല്ലാം ജാതി അത് 100% തെറ്റാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷേ പിഷാരടി, വാര്യർ സമാജം, കേരള ജനസംഖ്യയിൽ എത്ര പേരുണ്ട്? എത്ര ശതമാനം പറയാൻ പറ്റില്ല. എത്ര പേരുണ്ട്? 10, 5000, 6000 പേരാണായിരിക്കും. വേണ്ട 10,000 കൂട്ടിക്കോ. ഈ 10,000 പേരുള്ള ഒരാൾക്ക് KPCCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്താൽ 30, 40, 1 കോടിയൊക്കെ ഉള്ള വിഭാഗങ്ങൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? അതിന് കൊടുക്കാൻ മാത്രം ഉണ്ടാവുമോ? ഇത് വന്ന് നാളെ വേറെ ആൾ എല്ലാവരും വന്ന് ഇവന് ഇത്രയും കാലം പ്രവർത്തിച്ചു കൊടുക്കുക. ഇവിടെ ആ ഒറ്റ കാരണമാണ് നിങ്ങൾ ഈ BJP കേരളത്തിൽ ക്ലിച്ചൊടിക്കാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 30, 40 വർഷം പ്രവർത്തിച്ചു വന്ന BJPയുടെ നേതാക്കൾക്ക് ഒരു അവസരം കിട്ടാതെ ഇന്നലെ വന്ന അല്ലെങ്കിൽ വിളിച്ചു കൊണ്ട് സ്ഥാനം കൊടുക്കണം. സുരേഷ് ഗോപി പണക്കാരനാണ്, സിനിമാ നടൻ്റെ പേരുണ്ട്. അതുകൊണ്ട് പ്രത്യേക പാർട്ടിക്ക് നേട്ടം ഉണ്ടായി എനിക്ക് തോന്നുന്നില്ല. നേട്ടമുണ്ട് മറ്റു പല കാരണമാണ്. സുരേഷ് ഗോപി ഒന്നുമില്ല. പിന്നെ അവിടെ സുരേഷ് ഗോപി ജയിച്ചും അതൊക്കെ പക്ക തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ അഴിമതിയുടെ കാര്യത്തിലല്ലേ. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുള്ളൂ. അപ്പം BJPക്ക് എന്ത് ചെയ്യട്ടെ വിചാരിക്കട്ടെ. അത് കേരളത്തിൽ ഭരിക്കുന്ന കക്ഷിയല്ലേ ഇപ്പോൾ വരുമ്പോൾ പറയാം. ഇപ്പോൾ KPCC എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന കക്ഷിയല്ലേ, അത് നേതാവല്ലേ. നിങ്ങൾ ആലോചിക്കേണ്ടതൊക്കെ. മുരളീധരൻ അത് പറഞ്ഞില്ലെങ്കിലും മുരളീധരൻ മറ്റാൾക്ക് പറയിപ്പിച്ചു. സഹിക്കാൻ പറ്റില്ല ആൾക്ക്. ശരിയാണ്. മുരളീധരൻ നിങ്ങൾ ഒതുക്കി വരുന്നു. മുഷാടിക്ക് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കും. KPCC ജനറൽ സെക്രട്ടറി വെച്ചാൽ 2ാം സ്ഥാനമാണ് ഇപ്പോൾ. അങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ. ഈ മുസ്ലിം ലീഗ് ഇപ്പോൾ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ചേർന്ന വാര്യരെ കുറിച്ച് സംഘപരിവാർ പറയുന്നത് അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയാണ്, മുസ്ലിങ്ങളുടെ ശ്രമഫലമായിട്ട് വരുത്തിയാണ് എന്ന്. എന്ത് ചെയ്താലും മുസ്ലിങ്ങളുടെ പേരിലേക്ക്. കാരണം സഹിക്കാൻ പറ്റാവുന്ന ഇത് ഞാൻ പറഞ്ഞില്ല. ഇത് വലിയ ജാതി കാര്യം പറയില്ല. അത് ഏതുപോലെ എന്തറിയോ, ഒരാൾ ബസ്സിൽ കയറി ഒരുത്തരായിട്ട് വഴക്കുണ്ടാക്കി, അവർ 2 വെള്ളം അടിച്ചിട്ടുണ്ട്. വഴക്കുണ്ടാക്കി ഒരു 10 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ ആൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞറിയോ, ഞാൻ വീട്ടിൽ ചെല്ലിട്ട് കാണിച്ചു കൊടുക്കാമെന്ന്. വീട്ടിൽ ചെല്ലിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് ഞാൻ അർത്ഥം പാവം ഭാര്യ തല്ലാന്നല്ലേ, അല്ലെങ്കിൽ ഭാര്യ കുറ്റപ്പെടുത്താനല്ലേ. ബസ് വെച്ച് സംസാരിച്ച് വഴക്കണ്ട് വേറെ ഏതോ ഒരുത്തൻ ഭാര്യ കാണുന്ന പോലുമില്ല. അവിടുത്തെ പറയുന്നതാണ് ഭാര്യ കാണിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിരിപ്പം എന്താണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാര്യർ വന്ന് ഓക്കെ വരട്ടെ, ഏത് പാർട്ടിക്ക് എവിടെ ചേരും, അതും മുസ്ലിങ്ങൾക്ക് കുറ്റം. ലീഗുകാരനല്ലേ ഇത്. ലീഗ് ഇതിന് അമിതമായി പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് വന്നു ഒരു പ്രസ്താവന കൊടുക്കാം, വന്ന് മടിയിലിരുത്തി, പിന്നെ മറ്റെന്താണ് സമസ്തയുടെ മടിയിൽ പോയിരുത്ത്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥത ഞങ്ങൾ ചോദിച്ചില്ലേ, ഞങ്ങൾക്കറിയാം. പക്ഷെ അത് മറ്റുള്ള ചൂഷണം ചെയ്യുന്നു. കല്യാണം പിടിച്ചല്ലോ അങ്ങനെ വരട്ടെ. അത് നിങ്ങൾ പ്രവാചകൻ എന്താ പറഞ്ഞത്? ഒരാൾ വാളെടുത്ത് വെട്ടാൻ വന്നപ്പോഴേ അലിയാർ തങ്ങൾ
അത് നബിയുടെ പ്രവാചകൻ്റെ പരമുഖം ഞാൻ മറ്റുള്ള അറിയാൻ വേണ്ടി വെട്ടം വാളെടുത്തപ്പോൾ താങ്കളെന്താ പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞു വരട്ടെ, നമുക്ക് ആലോചിക്കാം. അയാൾ വന്ന് നല്ല കാര്യത്തോട് അത് വന്ന് നല്ല കാര്യത്തോട് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നല്ലേ. ഈ പിന്നെ ഇദ്ദേഹം പാർട്ടിയിൽ വന്നു, വരട്ടെ. നിങ്ങൾ ഒരല്പം അകൽച്ച പാലിച്ച് കണ്ടാൽ പോരെ. ഒന്നുകിൽ നക്കിക്കൊല അല്ലെങ്കിൽ പിച്ചിക്കൊല. ഇതാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും സ്വഭാവം. അത് രണ്ടും ശരിയല്ലെന്നേ. നക്കിക്കൊല്ല വെറുതെ കഴിഞ്ഞാൽ പിച്ചിക്കൊല്ലും സ്നേഹിച്ച് നക്കിക്കൊല്ലുന്ന ഒരു പാരമ്പര്യമുണ്ട് മുസ്ലിങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് മലബാർ മുസ്ലിങ്ങളെ കുറിച്ച്. ഒരു പരിധി ശരിയാണ്, അങ്ങനെ വേണ്ടെന്നേ. അമിതമായ സ്നേഹവും കാണിക്കേണ്ട, അമിതമായ വെറുപ്പും കാണിക്കേണ്ട, നിർത്തുക. അതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണം. മീഡിയൻ എന്ന് പറയും, മധ്യത്തിലാണ്. ബുദ്ധിയുള്ള ജനവിഭാഗത്തിൻ്റെ ലക്ഷണം അവർ എടുത്തു ചാടാതെ മീഡിയം വഴി ലിമിറ്റ് വെച്ചാൽ അടുക്കുള്ളൂ. എതിർക്കാണെങ്കിലും ലിമിറ്റ് ഉണ്ട്, അനുകൂലിക്കാൻ ലിമിറ്റ്. ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട പിന്നെ അവൻ എല്ലാം വേണം, വെറുതെ അതുപോലെ വെറുക്കുകയും ചെയ്യും. അതിൻ്റെയൊക്കെ ആവശ്യം എന്താ നിങ്ങൾ എന്താണ് ഈ ആവശ്യമൊക്കെ തലയിട്ട് നാണക്കേട്? ഇപ്പോൾ വഖഫ് സ്വത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ട് രണ്ടഭിപ്രായം. വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ കുത്തക നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലെന്നിവിടെ മനസ്സിലാക്കണം. നിങ്ങൾ ന്യൂനപക്ഷ പാർട്ടിയാണ്, അവിടെ നമ്മൾ അതിനെ അംഗീകരിക്കുന്നു, അനുകൂലിക്കുന്നു, കുഴപ്പക്കാരുമില്ല. പക്ഷെ എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽ മൊത്തത്തിൽ ചുമതല നിങ്ങൾ ഏൽപ്പിച്ചില്ല. അഥവാ നിങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ജനസംഖ്യാനുപാതിയായ നേട്ടങ്ങൾ ആ സമുദായത്തിൽ വാങ്ങിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം, ജോലിയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യമായാലും MLA കാര്യമാണെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിനും നിങ്ങളുടെ പാർട്ടിക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് ഈ മൊത്തം സമുദായത്തെ ജാമ്യം നിർത്തിയാണ്, അല്ലെങ്കിൽ മൊത്തം സമുദായത്തെ കാണിച്ചാണ്. അത് വേണ്ട. ഇനി കോൺഗ്രസ്സുകാരോട് പറയാനുള്ളൊരു കാര്യമാണ് ഇപ്പം അത്. മൊത്തം സമുദായത്തെ കാര്യം പറഞ്ഞ് നിങ്ങൾ ലീഗിനെ ചൂട്ടുപിടിച്ച് നടത്തിയിട്ട് അവസാനം സമുദായത്തിൻ്റെ പേരിൽ വരരുത്. കാരണം സഹിക്കാൻ പറ്റുന്നില്ലെന്നേ. എന്താണ് മോനുണ്ടല്ലോ വാര്യർ കോൺഗ്രസ് ചേർന്നാണ്, അതും സംഘപരിവാർ വരുന്നത്, അതും മുസ്ലിങ്ങളുടെ ഇതാണ്, മുസ്ലിങ്ങൾ ഉണ്ടാക്കിയാണ്. മുസ്ലിങ്ങളായിട്ട് എന്ത് ബന്ധം? പരസ്യമായിട്ട് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞോ, അത് വെല്ലുവിളിച്ചപ്പോൾ ചോദിച്ചോ? അത് നിങ്ങളിത് കാണുന്നില്ലേ, അറിയുന്നില്ലേ? നിങ്ങളിങ്ങനെ പറയരുത് അത് മുസ്ലിം സമുദായത്തെ ബന്ധുക്കൾക്കല്ല, ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് പിഷാരടി പറഞ്ഞത് മറ്റേ വാരിയെടുത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ മറുപടി. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ മൗനമായിട്ട് നിൽക്കുകയാണ്, മിണ്ടുന്നില്ല. 80-20 കേസിൽ ഇടതുപക്ഷം പറഞ്ഞ പോലെ അവർ തുറന്ന് പറയണ്ടേ അങ്ങനെയല്ലെന്ന്. പറയാത്തതിൻ്റെ പേരിൽ കുറച്ച് വോട്ട് കിട്ടിയപ്പോൾ രണ്ട് സമുദായം നമ്മൾ വഴക്കായി. എന്താണ് 80-20 വിഷയത്തിൽ? ആകെ 20 കോടി രൂപയുടെയാണ്. ആ 20 കോടി രൂപയിൽ 20% എന്ന് പറയുമ്പോൾ 40 ലക്ഷം രൂപ. ഈ 40 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അതിൽ കിട്ടുന്ന 5% പോരായെന്നുള്ളൂ. ആ 5-10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഈ സഭാ നേതൃത്വം 1000 രൂപ മുടക്കി ഇത്ര വലിയ ചർച്ച ചെയ്ത് വന്നത്. പക്ഷേ സഭ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ മെഡിക്കൽ കോളേജിലും മറ്റ് ആർട്സ് കോളേജിലൊക്കെ ആയിട്ട് എത്ര ലക്ഷം കോടി രൂപ മാസം ശമ്പളം വാങ്ങുന്നത് സർക്കാരിൻ്റെ കയ്യാവിൽ നിന്ന്. ഇതൊക്കെ ഇപ്പോൾ ആൾക്കാരോട് പറയപ്പോൾ വല്ല കാര്യമുണ്ടായോ? നിങ്ങൾ മിണ്ടായിരുന്ന പോരുന്നത്. അപ്പോൾ സംഘപരിവാറിന് പോയിട്ട് നിങ്ങൾ വീണു. ഇപ്പോൾ നിങ്ങൾ വീഴല്ലേ സംഘപരിവാറിന് വേണ്ടി? എന്താ മനസ്സിലാക്കാത്തത്? അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ഒരു കാര്യം ഞാനല്ല ബഹുജനം ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം കോൺഗ്രസിനോട്. നിങ്ങൾ മുസ്ലിം 4/1 മുസ്ലിം ജനസംഖ്യയുടെ 4/1 പ്രാതിനിധ്യമുള്ള മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മൊത്തം വോട്ട് കിട്ടുമെന്ന് വെച്ച് തങ്ങളെ ശുപാർശ ചെയ്തു അല്ലെങ്കിൽ അവിടെ കൊണ്ട് കാവലിരുന്നിട്ട് ഒരു കാര്യമില്ല. അവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുത്ത ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ന്യൂനപക്ഷ സംരക്ഷകരാണ് അല്ലെങ്കിൽ പിന്നോക്ക സംരക്ഷകരാണ് എങ്കിൽ നിങ്ങൾ ആ സമുദായങ്ങൾ കിട്ടേണ്ട ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. 5% ധീവരന്മാരുണ്ട് കേരളത്തിൽ. അത് നിങ്ങൾ ചിന്തിക്കണ്ടോ? നിങ്ങൾ മുസ്ലിം മാത്രമല്ലേ പറയുന്നുള്ളൂ. ധീവരന്മാരിൽ എത്ര MLA മാർ കൊടുത്തിട്ടുണ്ട്? എത്ര MP മാരുണ്ട്? ഒരൊറ്റ MP ഇല്ല, ഒരു MLA മാത്രമേ ഉള്ളൂ കൊടുക്കുന്നത്. 2 മിനിറ്റ് ഇയോടി വരും. ഒരു 5 MLA കൊടുക്കാൻ പാടില്ലേ? ആ രാധാകൃഷ്ണൻ ഒരു MLA കൊടുത്തെങ്കിൽ രാധാകൃഷ്ണൻ പാർട്ടി BJP പോകുന്നു. എൻ്റെ വളരെ സുഹൃത്തും എൻ്റെ ഒരു ഗുരു പോലെ നേതാവ് കൂടിയാണ് KS രാധാകൃഷ്ണൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് MLA സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ 5 സീറ്റിലും കൊടുക്കാൻ പാടില്ലേ? 5% ഉണ്ടെങ്കിൽ 7 സീറ്റും അർഹതയുണ്ട്. അതിൽ 2 സീറ്റ് കൊടുത്തെങ്കിൽ ആ KS രാധാകൃഷ്ണൻ പോകുമല്ലോ. അദ്ദേഹമൊക്കെ ബുദ്ധിജീവിയല്ലേ? ഈ സംഘപരിവാറിന് വേണ്ടി വാദിക്കണം കേട്ടോ. അത് നിങ്ങൾ അപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നിങ്ങൾ ന്യൂനപക്ഷ പിന്നോക്ക ദളിത് സംരക്ഷകരാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സമുദായങ്ങൾക്കെല്ലാം
ജനസംഖ്യാനുപാതികമായ സംവരണം വാങ്ങിച്ചു കൊടുക്കണം. ഞങ്ങൾ മൊയ്തീൻ ഷാ, ഞങ്ങൾ ജനതാദൾ നാഷണലിസ്റ്റ്, ഞങ്ങൾ എന്താ പറയുന്നത്? ജനസംഖ്യാനുപാതികമായ എല്ലാവർക്കും വേണ്ടതാണ്. അതാണ് ഞങ്ങൾ വാദിക്കുന്നത്. അല്ല മുസ്ലിങ്ങൾ വേണമെന്ന് ഒരിക്കലും വാദിക്കുന്നില്ല. അങ്ങനെ വാദിക്കുന്ന പ്രസ്ഥാനമല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്നത്തെ മെയിൻ പോയിന്റ് ഈ അത് പറഞ്ഞ് നിർത്താം. അതാണ് പറയാൻ വേണ്ടിയിരുന്നത്. അതായത് സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഘടനയുടെ പ്രസിഡൻ്റാണ് മൊയ്തീൻ ഷാ. അപ്പോൾ മുസ്ലിം സമുദായവും സിനിമയായിട്ട് ബന്ധമൊന്നു. അതായത് നമ്മുടെ ആലുവയിൽ MA ബാബുപ്പൻ ഉണ്ടായത്. ബാബുപ്പൻ ഫെഡറൽ ബാങ്കാണ്. ബാങ്ക് സിസ്റ്റം മുസ്ലിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ട് ഡയറക്ടർ ബോർഡിൽ മെമ്പർ പല വിമർശനം പറഞ്ഞു. അവസാനം പല മകളുടെ കല്യാണത്തൊക്കെ ലോൺ എടുക്കാമെന്ന് ഇദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഇതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ളൂ. ജനങ്ങളായിട്ട് നേരിട്ട് ബന്ധപ്പെടും. ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന പല വാർത്താ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പല കലാരൂപങ്ങളിൽ ഒന്നാണ് സിനിമ, അല്ലെങ്കിൽ നമ്പർ 1 സിനിമ. അങ്ങനെ സിനിമ ലോകത്ത് വന്നുപോയി, ഇന്ത്യയിൽ വന്നുപോയി, കേരളത്തിൽ വന്നുപോയി. അപ്പോൾ നമുക്ക് മാറി നിന്ന് അത് കുഴപ്പമില്ല എന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടാല്ലാതെ അത് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് അതിൽ തെറ്റ് ചൂണ്ടിക്കാണണം. അതാണ് ഞങ്ങളെപ്പോലോട് ഇത് അങ്ങനെ സംഘടന വന്നു. അപ്പോൾ വിഷയം ഇതാണ്, സീരിയലിന് സെൻസർഷിപ്പ് വേണം. അപ്പോൾ പ്രേംകുമാർ പറഞ്ഞ് ഒരു സെൻസർഷിപ്പ് ഏർപ്പെടുത്തണം. സുകുമാരൻ തമ്പി അദ്ദേഹം ഒരുപാട് സിനിമ പിടിച്ചിട്ടുണ്ട്, പാട്ട് എഴുതിയിട്ടുണ്ട്. നല്ലൊരു വലിയൊരു കലാകാരനാണ്. വാസ്തവം ഞാൻ ഈ അടുത്ത അദ്ദേഹത്തിൻ്റെ മഹത്വം ഇത്രയും മനസ്സിലായി. അതുമ്പോൾ അത്ര കിലോ ആയിട്ടുള്ളൂ. ഇതെല്ലാം ഒരു കലാകാരൻ. അദ്ദേഹം പറഞ്ഞ് സെൻസർഷിപ്പ് അതാവശ്യമല്ലേ? നമുക്ക് ഒരു ഗ്ലാസ് ഇട്ട് 1 ലിറ്റർ പാലിൽ കച്ച ചായക്കടക്ക് ഒരു ലൈസൻസ് വേണം. അതിലൂടെ ലൈസൻസ് മീനിങ് സെൻസർഷിപ്പിൻ്റെ മറ്റൊരുപാട് ലൈസൻസ് ഉണ്ട്. ലിമിറ്റ് എന്നുള്ളതാണല്ലോ ലൈസൻസ് ഉണ്ട്. അതുപോലെ സെൻസർഷിപ്പ് വേണം. എന്താ കുഴപ്പം? പണ്ട് സിനിമ ഒരു 2009 സിനിമയൊക്കെ മോഹൻലാലില്ല, നസീറിൻ്റെയും മധുവിൻ്റെയൊക്കെ സിനിമയുണ്ടല്ലോ, അവരൊക്കെ സിനിമ കൊടുക്കുക എന്തൊരു ഗുണപാഠമുണ്ട്. ഇന്നെന്താണ് കുറേ വളിപ്പ്, ദിലീപിൻ്റെ കുറേ വളിപ്പ്, പിന്നെ മരിച്ച 2-3 പേരുണ്ടാവും പേരുമല്ലേ, അവരുണ്ടാക്കുന്നത് വളിപ്പല്ലാതെ വലിയ പൊട്ടിച്ചിരിക്കുക അല്ലെങ്കിൽ മനസ്സ് തിരിക്കാം എന്നല്ലാതെ എന്തെങ്കിലും ഗൗരവമുണ്ടോ? ഗൗരവമുള്ള സിനിമ ഉണ്ട്. സന്ദേഹം പോലെ സിനിമ അല്പം ഗൗരവമുണ്ട്. നയം വ്യക്തമാകുന്ന സിനിമ അതിൽ കുറച്ച് കാര്യമുണ്ട്, തമാശ ഉണ്ടെങ്കിലും. മറ്റേ വലിച്ച് പോലും വളിപ്പ സിനിമകൾ ഇപ്പം മത്തായി മാഞ്ഞോ സ്പീക്ക്, അത് മത്തായി മാഞ്ഞോ സ്പീക്കുന്നത്, മത്തായി സ്പീക്കിങ്ങോ, മന്നാർ മത്തായി സ്പീക്കിങ്, അങ്ങനെയൊക്കെ ഒരുപാട് അല്ലെങ്കിൽ ഗുണപാഠം കാര്യമായിട്ടില്ല, കുറേ വളിച്ച് ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പോൾ സീരിയൽ തുടങ്ങിക്കോ, അതിനൊക്കെ ഒരു കെട്ടും മട്ടും ചട്ടും വേണം, ഒരു ലിമിറ്റ് വേണം. അതിലെന്താടുത്തിട്ട് അങ്ങനെ അതിനൊരു ലിമിറ്റ് വേണമെന്ന് തന്നെയാണ് സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ സ്ഥാപക പ്രസിഡന്റ് എന്നല്ല മൊയ്തീൻ ഷാ പറയുന്നത്, മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് പറയുന്നത്, മൊയ്തീൻ ഷായുടെ കമ്മിറ്റി പറയുന്നത്. അവർ ശ്രീകാന്ത് തമ്പി സാറിനെയും മറ്റേ പ്രേംകുമാർജിയെ പോലെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. എന്ന് വെച്ചാൽ നിയന്ത്രിക്കാന്ന് ഇല്ലാതാക്കാന്നല്ല അർത്ഥം. ഒഴിവാക്കലും നിയന്ത്രണം രണ്ടാണ്. ഒഴിവാക്കാനല്ല പറയുന്നത്, ആയിക്കോട്ടെ. പിന്നെ അതിനൊക്കെ ഒരു ലിമിറ്റ്. ഇത് 24 മണിക്കൂർ സീരിയൽ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ദൂഷ്യമുണ്ട്. ഞങ്ങൾ ഈ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ രൂപീകരണത്തിന് പ്രധാന കാരണം ഈ സീരിയലിൻ്റെ കാര്യം പറയുമ്പോൾ കണ്ണൂർ നടന്ന സംഭവം ഓർമ്മിക്കുകയാണ്. അത് ഇപ്പോഴേ 8 വർഷം മുമ്പാണ്, കൊറോണയ്ക്ക് മുമ്പാണ് നമ്മൾ ചെയ്ത്. ഒരു സ്ത്രീ സീരിയൽ കണ്ടുകൊണ്ടിരുന്നു, സീരിയൽ അഡിക്റ്റായി. കുറച്ച് ദിവസത്തേക്ക് അവിടെ എന്തോ കറണ്ടില്ലായിക്കോ കേബിളിലായിക്കോ TV കടയിൽ കാണാൻ പറ്റില്ല. അത് മാനസിക വിഭ്രാന്തി കാണിച്ചു. അവസാനം ലിസി ഹോസ്പിറ്റലിൽ അതിൻ്റെ ഓർമ്മ കൊണ്ടുവന്ന് ചികിത്സിക്കേണ്ടി വന്നു. കാരണം അഡിക്റ്റായി അതിന്. കാരണം പണ്ട് മംഗളത്തിലും മനോരമയിലൊക്കെ ഒരു തുടർക്കഥ എഴുതുള്ളൂ. അത് വായിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഒക്കെ വരാൻ കാത്തിരിക്കും. ആണുങ്ങളും കാത്തിരുന്നുണ്ട്. ഇപ്പോൾ കൽപ്പം കുറവുണ്ടവർ. അപ്പോൾ എന്തിനും ഒരു നിയന്ത്രണം ആവശ്യമാണ്, തെറ്റില്ല. അതങ്ങനെ തന്നെ ആകുകയും വേണം, അതിനെ എതിർക്കേണ്ട കാര്യമില്ല. പിന്നെ സിനിമ തന്നെ പറഞ്ഞാൽ ഏറ്റവും വലിയ മേഖലയാണ്, ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റിയ മേഖലയാണ്. ഇപ്പോൾ വേറൊരു സിനിമ ഉണ്ടല്ലോ, ദൃശ്യ സിനിമ കണ്ട്, അതുപോലെ എത്ര സംഭവങ്ങൾ അതിൻ്റെ ഓപിച്ചുകൊണ്ട്. ഇത് മമ്മൂട്ടി കാര്യം ചോദിച്ചു, ഞങ്ങൾക്ക് അഭിനയിക്കുന്ന കണ്ട് ആരെങ്കിലും ചീത്തയാകുന്നുണ്ടോ? ഒരു പരിധിവരെയൊക്കെ ഇപ്പോൾ മമ്മൂട്ടി അഭിനയം കൊണ്ട് ചീത്തയാവെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അഭിനയം കൊണ്ട് ചീത്തയാവെന്ന് പറയില്ല. ആ കഥയാണ് നോക്കുന്നത്, അഭിനയം കണ്ടല്ല കഥ. ദൃശ്യ സിനിമയുടെ പേരിൽ ഒരുപാട് അപകടമായിട്ട് ഈ അടുത്ത കാലത്ത് ഒരു ഉണ്ടായി, കൊല്ലത്തെ കണ്ട്
അപ്പോൾ അതിങ്ങനെയുള്ള സിനിമകൾക്കും അങ്ങനെയുള്ള കഥകൾക്കൊന്നും സെൻസർഷിപ്പ് വ്യക്തമായ നിയന്ത്രണം കൊടുത്തിട്ട് ഒരു മിനിമം ആകാം. പണ്ട് MK നായർ പറഞ്ഞു, അത് FSCTയുടെ മൈൻഡ് ഡയറക്ടർ, അറിയപ്പെടുന്ന ഒരു വ്യവസായി അല്ലെങ്കിൽ വ്യവസായത്തെ ലീഡറൊക്കെയുള്ള അദ്ദേഹം പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് സിനിമ കാണാൻ പോകുന്നത്. ആ സിനിമ കാണാൻ പോയി ഒരു ദിവസം സിനിമ കണ്ട പിന്നെ ഒരാഴ്ച ലീവ് എടുത്ത് കരയേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കുറച്ച് സുഖലോലുപനായിട്ടായിരിക്കാം അതങ്ങനെ പറഞ്ഞു. എങ്കിലും അതിനും അല്പം കാര്യമില്ലേ? ആവശ്യമില്ല കണ്ണീർ മഴ സീരിയൽ പ്രത്യേകിച്ചും. ഇന്നലെ പറഞ്ഞ ഒരു വാർത്താ പത്രം കത്തിച്ച് അത് ആ കരി കലക്കി കുടിച്ചാൽ ബുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞ് കഴിച്ചപ്പോൾ ഹോസ്പിറ്റൽ കിടന്നല്ലേ. ഈ സീരിയൽ ഇതുപോലെ കാണിച്ച് കണ്ണീരും ചടച്ച് ഇല്ലാത്ത നുണയൊക്കെ ഉണ്ടാക്കി ഭാവന. അതായത് സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ഗ്യാങ് ഗ്രൂപ്പാണ്. 10, 100, 200, 300 പേരുള്ള ഗ്രൂപ്പാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ 300 പേരും കൂടി ഈ കഴിവ് ഒരേ സ്ഥലത്ത്, ഞങ്ങൾക്ക് സൂര്യപ്രകാശം വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് കടലാസ് കത്തിക്കാൻ പറ്റുമോ? മറ്റേ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന പ്രകാശരശ്മി ഒരു പോയിൽ വെച്ചിട്ട് കടലാസ് കത്തിക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കണ്ടല്ലോ. അതുപോലെ ഈ 300 പേരും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരാൾക്ക് ഈശ്വര നടത്താം. അത് ഈ മറ്റുള്ളവർക്കും വ്യക്തികൾക്ക് മനസ്സിലാകാണ്. അതൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് സമയം നീണ്ടുപോകും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു നിയന്ത്രണം എല്ലാത്തിനും ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു റോഡിൻ്റെ കാര്യം പറഞ്ഞു. ഇനിയുള്ള കുറേ ദിവസങ്ങൾ ആ റോഡിനെ കുറിച്ച്, അതായത് കലൂര് ഇപ്പോൾ ലിസി ഹോസ്പിറ്റലിലെ ഇതുണ്ടല്ലോ ലിസി മെഡിക്കൽ ഉണ്ട്, അവിടെ ആ തോഴൻ തീരത്തുനിന്ന് നേരെ KSRTC വഴി പരമ്പളിയാറ് വഴി അല്ലെങ്കിൽ വഴി നേരത്തെ അവർക്ക് പോകുന്ന ഒരു റോഡാണ്. ആ റോഡ് വികസിച്ച് കഴിഞ്ഞാൽ മേനക വഴിയുള്ള റോഡ്, ബാനർജി റോഡ്, ചിറ്റൂർ റോഡ്, MG റോഡ്, ഇവിടെ എല്ലാം തിരക്ക് ഒരു പരിധിയല്ല വളരെ കുറക്കാൻ പറ്റും. അപ്പോൾ ചില വ്യവസായികൾ സമ്മതിക്കില്ല. കാരണം തരുമോ, വ്യവസായികൾക്ക് KSRTC ബസ് സ്റ്റാൻഡ് വൈഡിലേക്ക് മാറ്റാതിരിക്കാൻ വേണ്ടി അവിടുത്തെ വ്യവസായ പ്രമുഖർ എത്ര ലക്ഷം മുടക്കുന്ന അവർക്ക് വാങ്ങിച്ചവർക്ക് അറിയുള്ളൂ. അത് നിൽക്കുകളിൽ അച്യുതാനൻ സമ്മതിക്കും. അച്യുതാനാണ് നിർബന്ധ ബുദ്ധി. ഗൗരിമ കൃഷി വകുപ്പ് എന്ത് ചെയ്തു, അവരൊന്ന് ന്യൂട്ടെടുത്തപ്പോഴേ അച്യുതാനന്ദൻ അത് സമ്മതിക്കാതെന്നാണ് വൈറ്റിലേക്ക്. ഇപ്പോൾ എത്ര ആശ്വാസമായി. അതുപോലെ വികസനം ആവശ്യമാണ്. ഇപ്പോൾ കടുത്തുവഞ്ചിയിൽ പാലം വന്ന കടുത്തുവഞ്ചി ജോലി പോന്നിട്ട് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? എത്ര നേട്ടം നടക്കുന്നത്. അപ്പോൾ വികസനം ആവശ്യമായതുകൊണ്ട് അങ്ങനെ ചില പ്രാദേശിക ബിസിനസ്സുകാരും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഈ റോഡ് വളരെ ശക്തമായിട്ട് MP മാരും MLA മാരും ചേർന്ന് പരിഗണിച്ച് അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത്. അത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായും നന്ദി. ജയ് ഹിന്ദ്.